പുത്തഞ്ചിറ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ യുവജനക്ഷേമ മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷിന് സ്വീകരണം നൽകി. SNDP പുത്തഞ്ചിറ മേഖലാ ചെയർമാൻ C.K. യുധി ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി കാലഘട്ടത്തിൽ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർമ്മശേഷിയും കാര്യശേഷിയും ഉള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ഒ.ജെ. ജനീഷ്. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയെ ഈ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് മന്ത്രിയായി ലഭിച്ചതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിന്റെ യശസ് ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഞാനൊരു ചെറുതായിരുന്ന കാലഘട്ടത്തിൽ ശ്രീ K. കരുണാകരന്റെ പേരും അതുപോലെ V.K. രാജശേഖരന്റെ പേരുമാണ് ഒരാൾ മുഖ്യമന്ത്രിയും മറ്റൊരാൾ മന്ത്രിയുമായി. രാജശേഖരൻ 2 വർഷം മന്ത്രിയായുള്ളൂ. അദ്ദേഹം കേരള സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായി എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ വ്യക്തികളായിരുന്നു രണ്ടുപേരും. അതിനുശേഷം ഇവിടെ ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ ചെറുപ്പക്കാരനായ ഒരു മന്ത്രി നമ്മുടെ ഈ സ്ഥലത്ത് ഇടം പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒട്ടനവധി കാര്യങ്ങൾ, നാടിന്റെ പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് കുറെ കാലമായിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ നേരിട്ട് കണ്ട് പറയാൻ, സാധാരണക്കാർക്ക് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മന്ത്രി നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ നേട്ടം. കൊമ്പത്തുകടവ് ശ്രീകുമാര സഭാ സെക്രട്ടറി KR പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഒ.ജെ. ജനീഷ്, PB രാജു, PI രവി, MR സന്തോഷ് ബാബു, KV മനോജ്, വിജി മഠത്തിൽ, TS സുനിൽകുമാർ, NS പ്രസാദ്, AR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിജി മഠത്തിൽ സെക്രട്ടറി, പുത്തഞ്ചിറ ശ്രീനാരായണ സാംസ്കാരിക സമിതി. ഈ സ്വീകരണത്തിന് ഞാൻ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിനോടകം ഒരുപാട് സ്വീകരണ പരിപാടികളിലൊക്കെ പങ്കെടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു തുടങ്ങി. അതായത് നമുക്ക് ഈ സ്വീകരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വലിയ വലിയ മൊമെൻറ്റുകളും കുറേ ഷാളുകളും കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. ഈ മൊമെൻറ്റുകൾ വെച്ച് എൻ്റെ ഓഫീസും വീടൊക്കെ നടന്നു. ഇനി അത് വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ്. പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ കിട്ടുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ 2-3 പുസ്തകങ്ങൾ കൂടി കിട്ടി. പുസ്തകങ്ങൾ വെക്കാൻ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പതുക്കെ പുസ്തകങ്ങളാക്കി മാറ്റി തരണമെന്ന ഒരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.